സർ, ഈ അമേരിക്ക അവരുടെ രാജ്യത്തേക്ക് അതിക്രമിച്ച് കടന്ന ആളുകളെ അനധികൃത കുടിയേറ്റക്കാർക്കെതിരായി കൊണ്ട് നടപടിയെടുക്കുമ്പോൾ അവരെ അവരുടെ രാജ്യത്തേക്ക് തിരിച്ചയക്കുമ്പോൾ ഇപ്പോൾ ഇന്ത്യയിലേക്ക് തന്നെ കുറേയധികം ആളുകളെ കൊണ്ടുവന്നല്ലോ. ആ സമയത്തൊക്കെ കരയുന്ന ആളുകൾ, കരഞ്ഞിരുന്ന ആളുകൾ ഇന്ത്യ ഭരണകൂടത്തിനെതിരായി കൊണ്ട് ഈ വിഷയത്തെ മുൻനിർത്തി ഒരു വികാരമുണ്ടാക്കാൻ ശ്രമിച്ച ആളുകൾ, പ്രതിപക്ഷമൊക്കെ മറ്റു ചില കാര്യങ്ങളിൽ, അതായത് ഇതേപോലെ തന്നെ അമേരിക്കയെ പോലെ തന്നെ മറ്റുള്ള രാജ്യങ്ങൾ, ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളുണ്ട്, ഗൾഫ് നാടുകളുണ്ട്, മറ്റ് ഇതര രാജ്യങ്ങളുണ്ട്, അവിടെയൊക്കെ ഇല്ലീഗൽ മൈഗ്രൻസിനെ അവർ പുറത്താക്കുന്നുണ്ട്, നാട് കടത്തുന്നുണ്ട്, ശിക്ഷാ നടപടികൾക്ക് വിധേയമാക്കുന്നുണ്ട്. ആ സമയത്തൊന്നും തന്നെ ഇവർക്ക് ഈ കരച്ചിൽ കാണുന്നില്ല. അവിടെയൊന്നും യാതൊരു പ്രശ്നവുമില്ല. ട്രംപ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മോദി ഇത്തരത്തിലൊരു കാര്യവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു നടപടികൾ സ്വീകരിക്കുമ്പോൾ മാത്രമാണ് ഇവർക്ക് കരച്ചിൽ വരുന്നത്. ഇതെന്ത് തരം അസുഖമാണ്? അത് അസുഖമൊന്നുമല്ല. ഇത് വളരെ ദീർഘമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അജണ്ടയാണ്. അപ്പൊ അമേരിക്ക അവരുടെ കുടിയേറ്റം ലോകത്ത് ഏത് രാജ്യങ്ങളും കുടിയേറി കഴിക്കുന്ന ആൾക്കാരെ പുറത്താക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം വളരെ കൂടുതലായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നയം ജർമ്മനി ഉൾപ്പെടെ, ഓസ്ട്രേലിയ ഉൾപ്പെടെ, അല്ലെങ്കിൽ കാനഡ ഉൾപ്പെടെ, അമേരിക്ക പണ്ട് ഒത്തിരിയും കാലം മുമ്പ് കുടിയേറ്റക്കാരുടെ ഒരു അല്ലെങ്കിൽ അതിന്റെ ഒരു കൂട്ടായ്മ എന്നൊക്കെ പറയാം. പക്ഷെ ഇപ്പം അതിന് 2000 തൊട്ട്, അതായത് നമുക്ക് പരിശോധിക്കുമ്പോൾ 2000 ആണ്ട് തൊട്ട് ഇതിന് വേറൊരു നിറം വന്നു. കാരണം കുടിയേറ്റത്തിന്റെ പുറകിൽ ഒരു അന്തർദേശീയ അല്ലെങ്കിൽ ലോക നിലവാരത്തിൽ ഉള്ള ഒരു അജണ്ടയുണ്ട്. അല്ലെങ്കിൽ അതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നതിന് അത്തരം ചില കോക്കസുകളുണ്ട്. അതായത് ഓരോ രാജ്യത്തും ചില പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ അവിടെ കുടിയേറ്റക്കാരായി എത്തിക്കുകയും ആ കുടിയേറ്റക്കാരായി എത്തിക്കുന്നവർ അവർക്ക് ആ രാജ്യത്ത് വേണ്ട സമ്മർദ്ദം ചെലുത്താൻ പ്രാപ്തമാകുന്ന ഒരവസ്ഥ, അത് എണ്ണത്തിലായാലും കൊള്ളാം, സാമ്പത്തികത്തിലായാലും കൊള്ളാം, ആ ഒരവസ്ഥ വരുമ്പോൾ അവർ ആ രാജ്യത്തിന്റെ ദേശീയതയും അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ നിയമങ്ങളും ഒക്കെ മറികടക്കാൻ ശ്രമിക്കുകയും ആ രാജ്യത്തിന്റെ താല്പര്യത്തിനപ്പുറം ഇവർ കൊണ്ടുവരുന്ന ചില നിയമങ്ങൾ പാലിക്കണമെന്ന് തർക്കം പിടിക്കുകയും അതിന്റെ പുറകെ കലാപം ഉണ്ടാക്കുകയും ഒരുപക്ഷെ അവർക്ക് പിടിച്ചടക്കാൻ പറ്റുന്ന ഒരവസ്ഥ വരുമ്പോൾ ആ രാജ്യം അവരുടെ ഭാഗമാക്കി മാറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരവസ്ഥയുണ്ട്. ഇത് വളരെ കാലേ കൂട്ടി പല രാജ്യങ്ങൾക്കും മനസ്സിലായത് കൊണ്ടാണ് ഇപ്പൊ യൂറോപ്യൻ രാജ്യങ്ങളും, പ്രത്യേകിച്ച് ഇപ്പൊ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ട്രംപിന്റെ കാര്യമാണ്. അപ്പൊ അത്തരത്തിലുള്ള രാജ്യങ്ങൾ കുടിയേറ്റക്കാരെ തിരിച്ചറിഞ്ഞ് അല്ലെങ്കിൽ ആ കുടിയേറ്റക്കാർ എത്തരത്തിൽ ഉള്ളവരാവണമെന്ന് പോലും ഓരോ രാജ്യവും നിഷ്കർഷിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. ചില വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ കുടിയേറുന്നതിനോ അല്ലെങ്കിൽ ആ രാജ്യത്ത് കയറി പണിയെടുക്കുന്നതിനോ വേണ്ടി പോലും ആ രാജ്യം അനുവദിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. കാരണം ഇതാ രാജ്യത്തിനകത്ത് ഇപ്പൊ ജർമ്മനിയിൽ നിങ്ങൾ കണ്ടു ഈ കഴിഞ്ഞ ന്യൂ ഇയറിന് ഇതുപോലെ വണ്ടി ഇടിച്ച് കയറ്റി കൊല്ലുന്ന ഒരു അവസ്ഥ. അമേരിക്കയിൽ കണ്ടു. ലോകത്ത് പല രാജ്യങ്ങളിലും നമ്മൾക്കിത് കാണുവാൻ സാധിക്കുന്നു. ഇത് പരിശോധിക്കുമ്പോൾ ഇവരെല്ലാം കുടിയേറ്റക്കാരാണ്. അന്നേരം കുടിയേറിയവരല്ല, വളരെ ദീർഘമായിട്ട് കാലത്തിന് മുമ്പ് അവിടെ കുടിയേറി ഒരുപക്ഷെ ഈ പറയുന്ന വണ്ടി ഇടിച്ച് കയറ്റുന്ന ആളല്ല ചെയ്യുന്നത്, അദ്ദേഹം അല്ല അവിടെ കുടിയേറിയിരിക്കുന്നത്, അദ്ദേഹത്തിന്റെ മാതാപിതാക്കളായിരിക്കും കുടിയേറിയിരിക്കുന്നത്. അപ്പം അദ്ദേഹത്തിന് ആ രീതിയിലേക്ക് ആ രാജ്യത്തോടൊരു താല്പര്യമില്ലായ്മ വരുന്നത്. പ്രതാപൻ ഇപ്പം ഇന്ത്യ മഹാരാജ്യത്തോട് താല്പര്യം വരുന്നത് എങ്ങനെ, അല്ലെങ്കിൽ പ്രതാപൻ താമസിക്കുന്ന സ്ഥലത്തോട് താല്പര്യം വരുന്നത് എങ്ങനെ? വളരെ കുഞ്ഞുനാളിലെ അവിടെ കളിച്ച് വളർന്ന് ആ രാജ്യത്തിനോട് നമ്മുടെ ഈ മാതാപിതാക്കളോട് തോന്നുന്ന പോലെ ഒരു ഇഷ്ടം മണ്ണിനോട് തോന്നുന്നു. അപ്പൊ ഇവിടെ ജനിക്കുന്ന കുട്ടിക്ക് ആ മണ്ണിനോട് തോന്നാത്ത അല്ലെങ്കിൽ ആ മണ്ണിനോട് ഒരു ഇഷ്ടക്കേട് തോന്നണമെങ്കിൽ അതിന്റെ മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കണം, ഇത് നമ്മുടെ മണ്ണല്ല, നമ്മൾ ഇവിടെ വന്നിരിക്കുന്ന ഇന്ത്യയിലാണ്. അത്തരത്തിൽ ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലൊരു ഓപ്പറേഷൻ ഉണ്ടോ എന്ന് സംശയിക്കത്തക്ക രീതിയിലാണ് ഇപ്പൊ പല രാജ്യങ്ങളിലും കുടിയേറ്റക്കാരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഏറ്റവും വലിയ പ്രബലമായിട്ട് ഏറ്റവും സമാധാനപരമായിട്ട് ലോകം മൊത്തം കീഴടക്കി ജീവിച്ചിരുന്ന ഈ ബ്രിട്ടന്റെ കാര്യം അറിയാമല്ലോ. ബ്രിട്ടനകത്ത് സമാധാനമില്ല. ബ്രിട്ടൻ ലോകം മൊത്തം സമാധാനക്കേട് ഉണ്ടാക്കി അല്ലെങ്കിൽ കൈയടക്കി അവിടെ എല്ലാം കുടിയേറി അവന്റെ എല്ലാം പിടിച്ചു പറിച്ച് അവിടെ കൊണ്ടുവന്നിട്ട് ഏറ്റവും സമാധാനത്തോടു കൂടി ജീവിക്കാൻ ശ്രമിക്കുന്ന ആ രാജ്യത്തിന്റെ അവസ്ഥ അറിയാം. ഒരു സമാധാനവും ഇല്ല. ആ രാജ്യത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവന് റോഡിൽ പഴയതുപോലെ മര്യാദയ്ക്ക് നടക്കാൻ പറ്റുന്നില്ല, അവൻ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ പറ്റുന്നില്ല, അവന്റെ ആഘോഷങ്ങൾ വേണ്ട രീതിയിൽ നടത്താൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ഇപ്പൊ നമ്മള് ഈ ലെബനൻ എന്ന് പറയുന്ന സ്ഥലത്തെ പറ്റി അറിയാമല്ലോ. വളരെ കാലം മുമ്പ് ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതലായിട്ട് നിന്നിരുന്ന ഒരു രാജ്യമാണ്. അപ്പൊ ആ രാജ്യത്ത് ഈ പറയുന്ന പാലസ്തീനിൽ ചെന്ന അഭയാർത്ഥികളെ കയറ്റി, ആ പാലസ്തീനിൽ ചെന്ന അഭയാർത്ഥികൾക്ക് അഭയം കൊടുത്തു,
കുറെ കാലം കഴിഞ്ഞപ്പോൾ ആ അഭയം കൊടുത്തവരും അതിനകത്തുള്ള താല്പര്യക്കാരും അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗം കൂടി ആ രാജ്യത്തെ കീഴ്പ്പെടുത്തി ഇന്ന് ആ രാജ്യത്ത് ഏതാണ്ട് 30% വരുന്ന ക്രിസ്ത്യാനികൾ അഭയം കൊടുത്തവർ അവരുടെ ആഘോഷങ്ങൾ പോലും അവരുടെ മടക്കി വെച്ച് അല്ലെങ്കിൽ ഒതുക്കത്തിൽ നടത്തി ആരും അറിയാതെ ഇവരുടെ ശാസനയ്ക്കനുസരിച്ച് പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ കഴിഞ്ഞ ദിവസം ട്രംപ് പുറത്താക്കുന്നു. ട്രംപിന് പുറത്താക്കാൻ അധികാരമുണ്ട്. ട്രംപിന്റെ രാജ്യത്തെ വിഭവശേഷി ആ രാജ്യത്ത് നിൽക്കുന്നവർ ഉപയോഗിക്കുന്നതിന് പകരം ആ രാജ്യത്തിന്റെ എക്കണോമിക്കൽ ഗ്രോത്തിനെ ബാധിക്കത്തക്ക രീതിയിൽ ആ രാജ്യത്ത് കുടിയേറ്റം ഉണ്ടായിട്ടുണ്ട്. ആ കുടിയേറ്റക്കാർ യാതൊരു രീതിയിലുള്ള രേഖയുമില്ലാത്തവനെ പിടിച്ച് അതാത് രാജ്യങ്ങളിലേക്ക് തിരിച്ചയക്കുന്നതിന് വേണ്ടി തയ്യാറാവുമ്പോൾ ഇവിടെ കിടന്ന് ഈ ഗാസയ്ക്ക് വേണ്ടി സമരം ചെയ്തവരും അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവും അല്ലെങ്കിൽ ഇവിടുത്തെ കുറെ ആൾക്കാരും ഒക്കെ ട്രംപ് ചെയ്യുന്നത് ശരിയല്ലെന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസത്തെ വാർത്ത പരിശോധിക്കുമ്പോൾ 6000 പേരെ UAE അവിടുന്ന് കടന്നു കയറ്റുമ്പോൾ മാത്രമല്ല അവർക്ക് വേണ്ട ശിക്ഷ അവിടെ കടന്നു കയറി ഇത്രയും നാള് ആ രാജ്യത്തിന്റെ നിയമം ലംഘിച്ച് അവിടെ കടന്നതിന് ശിക്ഷ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനെപ്പറ്റി ആർക്കും പറയാനൊന്നുമില്ല. അതായത് ട്രംപ് ചെയ്യുമ്പോൾ ആഹാ അല്ലെങ്കിൽ ഈ പറയുന്ന അറബിയൻ രാജ്യങ്ങൾ ചെയ്യുമ്പോൾ ഓഹോ എന്ന് പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ, ആ ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് ഇതിനൊക്കെ പ്രത്യേക ഒരു അജണ്ടയുണ്ട്. നമ്മൾ മുമ്പ് ഒരു ടോക്കിനകത്ത് പറഞ്ഞതുപോലെ ഈ കുടിയേറ്റക്കാർക്ക് വേണ്ടി അല്ലെങ്കിൽ ചങ്ങലയിട്ടവർക്ക് വേണ്ടി കരയുന്നത് നമ്മൾ നമ്മുടെ രാജ്യത്ത് കടന്നു കയറിയിട്ടുള്ള കുടിയേറ്റക്കാരെ പുറത്താക്കാൻ ശ്രമിക്കുമ്പോൾ, അവരെ വിലങ്ങ് വെക്കാൻ ശ്രമിക്കുമ്പോൾ, ആ ക്രിമിനൽസിനെ കണ്ടെത്തുമ്പോൾ അയ്യോ പാവം കുടിയേറ്റക്കാരാണ്, അവർക്ക് ഭക്ഷണം കഴിക്കാൻ മാർഗമില്ലേ എന്ന് പറയുന്നതിന് അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളുടെ താല്പര്യപ്രകാരം കേടിയിട്ടുള്ള കുടിയേറ്റക്കാരെ ഇവിടെ സംരക്ഷിക്കുന്നതിന് ആദ്യം അവരുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടുത്തെ പ്രതിപക്ഷം ശ്രമിക്കുന്നത്. അപ്പം അത് വളരെ ദീർഘവീക്ഷണത്തോടു കൂടി കണ്ടാണ് നമ്മൾ കടന്നു കയറിയിട്ടുള്ളവരെ തിരിച്ചയക്കാൻ ആ രാജ്യം തയ്യാറാവുമ്പോൾ നമ്മുടെ പൗരന്മാരെ ആ വിലയ്ക്ക് ഇന്ത്യയുടെ പൗരന്മാരോടത്ത് വലയാൻ പാടില്ല. ഇപ്പൊ മോസ്കോയും അല്ലെങ്കിൽ മോസ്കോയിൽ പോയിട്ടുള്ളവര് അല്ലെങ്കിൽ വേറെ രാജ്യങ്ങളിൽ പോയിട്ടുള്ള ഇപ്പൊ പറഞ്ഞല്ലോ, നമ്മൾ പറഞ്ഞല്ലോ അവിടെ ഇറക്കിയില്ലെന്ന് പറഞ്ഞു. ഇവിടെ വലിയ ആവേശത്തോടെ അവിടുത്തെ ഇവിടുത്തെ അവരുടെ ഫ്ലൈറ്റ്, അമേരിക്കയുടെ ഫ്ലൈറ്റ് അവിടെ ഇറക്കാൻ സമ്മതിച്ചില്ല. അവിടുത്തെ പൗരന്മാരെ സ്വീകരിക്കാൻ ഒരു രാജ്യത്തിന്റെ കാര്യം പറഞ്ഞു, ഒരു രാജ്യത്തിന്റെ പൗരന്മാരെ ആ രാജ്യത്ത് സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ല. ഇന്ത്യ അങ്ങനെയാണോ? ആ രാജ്യത്ത് സ്വീകരിക്കാൻ തയ്യാറാവാത്തതിനെ തിരിച്ച് ട്രംപ് കൊണ്ടുവന്ന് എവിടെ ഇടാൻ പോകുന്നതെന്നറിയോ? ട്രംപിന് ഇഷ്ടമുള്ളിടത്തിടും. ചിലപ്പം കഴുത്തെ കൂടെ ചങ്ങലയിട്ടിടും, അല്ലെങ്കിൽ കാലും കൈയും ബന്ധിച്ചിടും, അല്ലെങ്കിൽ ചിലപ്പോൾ അടിമകളെ പോലെ ഉപയോഗിക്കും. അപ്പം ആ രാജ്യത്തെ പൗരന്മാർക്ക് എന്ത് വിലയാ രാജ്യം കൊടുക്കുന്നത്? ഇവിടെ അങ്ങനല്ല. ജയശങ്കറിന്റെ അടുത്ത് ആ സത്യപ്രതിജ്ഞ ചടങ്ങിന് ശേഷമുള്ള സംസാരത്തിൽ ഇവിടെ ഇത്രയും കുടിയേറ്റക്കാർ ഉണ്ട് എന്നറിഞ്ഞപ്പോൾ ജയശങ്കർ അന്നേരം പറഞ്ഞതാണ്, ഞങ്ങളുടെ കുടിയേറ്റക്കാരെ ഞങ്ങളുടെ ചെലവിൽ കൊണ്ടുവന്നോളാം അതിന്റെ പറഞ്ഞു. ഇപ്പൊ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നു, അതിന്റെ ചെലവും കാര്യങ്ങളൊക്കെ അമേരിക്കയാണോ ഇന്ത്യ കൊടുക്കുക എന്നുള്ളതിനെ പറ്റി നമുക്ക് വിശദമായിട്ട് അറിയില്ല. പക്ഷെ ഞങ്ങളെ കൊടുത്തോളാന്നാ പറഞ്ഞത്. അപ്പം നമ്മൾ ഈ പറയുന്നത് ഈ രാജ്യത്ത് ഉടനീളം ചില അജണ്ടകളുണ്ട്. ഈ രാജ്യത്ത് ഇപ്പൊ വലതുപക്ഷ വ്യതിയാനത്തിൽ കൂടി പോകുന്ന ഒരു രീതിയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ട്രംപ് തന്നെ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു വലതുപക്ഷ വ്യതിയാനം. അപ്പൊ ഈ ട്രംപിന്റെ വലതുപക്ഷ വ്യതിയാനം എന്ന് പറയുമ്പോൾ ട്രംപ് പറയുന്നത് എനിക്ക് എന്റെ രാജ്യം വലുതാണ്, എനിക്ക് എന്റെ ദേശീയത വലുതാണ്, എനിക്ക് എന്റെ രാജ്യത്തെ ക്രിസ്ത്യാനിറ്റി വലുതാണ്. അപ്പൊ ഇതിനെയെല്ലാം തകർക്കുന്ന രീതിയിലേക്കുള്ള ഒരു സംവിധാനമായിരുന്നല്ലോ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ തകർക്കാൻ വേണ്ടിയാണല്ലോ ഈ കുടിയേറ്റക്കാരെ ഉപയോഗിച്ചിട്ടുള്ളത്. അതിനെ തകർക്കുന്നതിന്റെ ഭാഗമായിട്ടാണല്ലോ ജോർജ് സോറസ് നിന്നിട്ടുള്ളത്. അതിനെ തകർക്കുന്നതിന്റെ ഭാഗമായിട്ടാണല്ലോ ബൈഡൻ നിന്നിട്ടുള്ളത്. ആ രീതിയിലേക്ക് രാജ്യത്തുടനീളം. അപ്പൊ അതുപോലെ തന്നെ കാനഡയിൽ നിന്ന് കുടിയേറ്റക്കാരെ യഥേഷ്ടം കയറ്റി വിടുന്നതിന് വേണ്ടി, അതിർത്തിയിൽ കൂടി കയറ്റി വിടുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടക്കും. അപ്പൊ ഈ കുടിയേറ്റക്കാരെ രാജ്യത്ത് ലോകത്തുടനീളം പ്ലേസ് ചെയ്യുന്നതിന് വേണ്ടി ചില ആ താല്പര്യക്കാർ നിൽക്കുന്നുണ്ട്. അത് 2000 ആണ്ട് തൊട്ട് തുടങ്ങിയതാണ്. ഞാൻ ഈ പറഞ്ഞതുപോലെ പല രാജ്യങ്ങളിലും കുടിയേറ്റക്കാരെ കൊണ്ടെത്തിച്ച് ആ രാജ്യത്തിനകത്തെ ആ രാജ്യത്തിന്റെ ദേശീയത അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ താല്പര്യം ഒക്കെ മറികടന്ന് ഈ കുടിയേറ്റക്കാരെ ഉപയോഗിച്ച് ഒരു 10 25 കൊല്ലം കഴിയുമ്പോൾ ആ രാജ്യം ഈ താല്പര്യപ്പെടുന്നവരുടെ ഭാഗമാക്കിയിട്ടും അല്ലെങ്കിൽ അവരുടെ രീതിയിലേക്കും ഒക്കെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ഒരു അജണ്ടയുണ്ട്. അപ്പൊ ഈ കുടിയേറ്റം എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ആ കുടിയേറ്റത്തിന് വേണ്ടി വാദിക്കുന്നവർ ശരിയായ രീതിയിലുള്ള ഒരു മനുഷ്യാവകാശത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ മനുഷ്യാവകാശ പ്രവർത്തനമോ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കത്തില്ല. ഇതിന്റെ പുറകിൽ ഫണ്ടുണ്ട്, ഇതിന്റെ പുറകിൽ അജണ്ടയുണ്ട്, ഇതിന്റെ പുറകിൽ ചില താല്പര്യക്കാരുണ്ട്. അല്ലെങ്കിൽ ബൈഡന്റെ കൂട്ട് ജോർജ് സോറസിന്റെ അജണ്ട എന്താണെന്ന് പ്രതാപൻ അറിയാം. ലോകത്ത് അതിരുകളില്ലാത്ത രാജ്യം, അല്ലെങ്കിൽ ജാതി മത ഭേദമന്യേ എല്ലാവരും ഒന്നിച്ചു കഴിയേണ്ട രാജ്യം. അപ്പൊ എന്തോ ഉദ്ദേശിക്കുന്നത്? രാജ്യത്ത് മൊത്തം അരാജകത്വമായിട്ട് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കട്ടെ, അല്ലെങ്കിൽ സംവിധാനം കൊണ്ട്. അപ്പൊ ഈ ഓരോ രാജ്യത്തും, ഇന്ത്യ എന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനം കൊള്ളുന്ന, ഇപ്പൊ ഇന്ത്യയുടെ കാര്യം പറയുമ്പോൾ ഇന്ത്യയിലെ യോഗ
ലോകത്ത് അംഗീകരിച്ചു. ഇന്ത്യയുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഇന്ത്യയുടെ മെഡിറ്റേഷൻ ലോകം അംഗീകരിക്കുന്നു. ഋഷീശ്വരന്മാരുടെ കാര്യം വരുമ്പോൾ ലോകം അംഗീകരിക്കുന്നു. ഇതൊക്കെ അംഗീകരിപ്പിക്കാൻ അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഉണ്ടെന്ന് ഉയർത്തി കാണിക്കാൻ താല്പര്യമുള്ള ഭരണാധികാരികൾ വന്നപ്പോഴാണ്. ഇപ്പൊ തന്നെ കുംഭമേള, കേരളത്തിലെ മാധ്യമങ്ങളല്ലാതെ ലോകത്തെവിടെ വേലും കുംഭമേളയെ ആക്ഷേപിക്കുന്ന മാധ്യമങ്ങളെ നിങ്ങൾ കണ്ടുണ്ടോ? ഈ പറയുന്ന കുംഭമേളയെ പറ്റി ഇപ്പം ലോകത്തുള്ള രാജ്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. അതായത് നമ്മുടെ സംസ്കാരം, ഇന്ത്യയുടെ സംസ്കാരം, ഇന്ത്യയുടെ ദേശീയത ഇത് ലോകത്തുടനീളം ചർച്ച ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുവരുമ്പോഴല്ലേ ഇന്ത്യ വലുതാകുന്നത്. അല്ലെങ്കിൽ ഇന്ത്യ ഇതെന്താണ് സംഭവിക്കുന്നത്? ഇവർ പറയുന്നു ഇത്രയും കോടാനുകോടി ആൾക്കാർ, ലോകത്തെ ചർച്ച ചെയ്യാൻ പറയുന്നത്, കോടാനുകോടി ആൾക്കാർ ഒരു പ്രത്യേക പ്രദേശത്ത് നിന്ന് കുളിക്കുന്നു, ഒരു ദിവസം 3 കോടി ആൾക്കാർ വരുന്നു, ഇത്രയും ദിവസം കൊണ്ട് 45 കോടി വരുമെന്ന് പറയുന്നു, ഇപ്പൊ 35 കോടി കഴിയുന്നു. ഇവിടുത്തെ ഏറ്റവും വലിയ അറേബ്യൻ രാജ്യങ്ങൾ പോലും നമ്മൾ യൂട്യൂബും അല്ലെങ്കിൽ ഫേസ്ബുക്കും ഒക്കെ സെർച്ച് ചെയ്യുമ്പോൾ അവരാണ് ഏറ്റവും കൂടുതൽ ഇതിനെപ്പറ്റി വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നതിനെ പറ്റി ആശ്ചര്യത്തോടു കൂടി കാണുന്നതിന്. അപ്പൊ ഇതിനെയെല്ലാം നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് കുടിയേറ്റ ശ്രമം. അല്ല, നിസ്സാരമായിട്ട് കാണുന്ന കാര്യമല്ല. അതിന്റെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ നേരത്തെ ഇവിടെ മ്യാൻമറിൽ നിന്ന് വന്ന ഒരു 50,000 മുസ്ലിങ്ങൾ കൊല്ലങ്ങൾക്ക് മുമ്പ് 50,000 മുസ്ലിങ്ങളെ ബോർഡർ നിർത്തി. മ്യാൻമർ ബോർഡർ എവിടെയാണെന്നുള്ളതായിരുന്നു നമുക്കറിയാമല്ലോ. പക്ഷെ പിറ്റേന്ന് അല്ലെങ്കിൽ അതിന്റെ പിറ്റേന്ന് നോക്കിയപ്പോൾ ഇതിനകത്ത് 5000 പേര് ഡൽഹിയിലുണ്ട്, 5000 പേര് പശ്ചിമ ബംഗാളിലുണ്ട്, 5000 പേര് മധ്യപ്രദേശിലുണ്ട്. അപ്പൊ ഇവര് ഈ മ്യാൻമറിലെ മുസ്ലിങ്ങളെ പറ്റി അറിയാം, അവർക്ക് ആരാന്ന് പോലും അറിയത്തില്ല, അത്രയ്ക്ക് വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ആൾക്കാർ. അപ്പൊ ഇവരെ വളരെ കൃത്യമായിട്ട് എണ്ണിപ്പറക്കി മർമ്മപ്രധാനമായിട്ടുള്ള ഇന്ത്യയുടെ പല സ്ഥലങ്ങളിലും സ്ഥാപിക്കുന്നതിനും അല്ലെങ്കിൽ മർമ്മപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളിൽ ഷെഡ് കെട്ടിക്കൊടുത്ത് അവരെ അവിടെ പാർപ്പിക്കുന്നതിനും അവരെ ഒക്കെ എന്തെങ്കിലും ഉപയോഗത്തിനല്ല ഇത്രയും റിസ്ക് എടുത്ത് ഈ കുടിയേറ്റക്കാരെ ബോർഡറിൽ കിടന്ന് അവനിഷ്ടമുള്ളിടത്തോട്ട് പോയി കിടക്കുന്ന രീതിയിൽ നമ്മൾ കാണുന്നത് ഇവിടെ അല്ലെ. അപ്പൊ അപ്പൊ ഇതിനകത്തൊരു അജണ്ടയുണ്ട്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞു വന്നത് ട്രംപ് ചെയ്ത അല്ലെങ്കിൽ ഈ റോഹിംഗ്യൻ മുസ്ലിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി, അവരുടെ കഷ്ടപ്പാടുകൾക്കൊക്കെ വേണ്ടിയായിരുന്നു ഇവിടെ സമരങ്ങൾ നടന്നത്, മനുഷ്യാവകാശ ധ്വംസനം നടക്കുന്നു എന്നൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അല്ല, അത് പാർത്ത ഏത് കാര്യം പറയുമ്പോഴും അപ്പം ഞങ്ങൾ കുടിയേറ്റക്കാരെ ഇവിടെ കൊണ്ടുവരുന്നത് നാളെ കാലത്ത് ഇന്ത്യ മഹാരാജ്യം പിടിക്കാനാന്ന് പറഞ്ഞാൽ നടക്കൂ? അയ്യോ, കുടിയേറ്റക്കാര്, പട്ടിണി കിടക്കുന്നവര്, മാർഗമില്ലാത്തവർക്ക്, രാജ്യമില്ലാത്തവര്, അവർക്കൊരു അഭയം കൊടുക്കണം. നമ്മൾ അന്നേരം പറയും നമ്മൾ ഭാരതത്തിന്റെ ഭാഗം, അങ്ങനെയല്ലേ, ആര് വന്നാലും അഭയം. അപ്പൊ ആ രീതിയിൽ സംസാരിച്ചാലേ കേട്ടത്തുള്ളൂ. ഇപ്പം നമ്മൾ ഏറ്റവും അവസാനം ഇപ്പൊ ഇന്നലെ വെളിയിൽ പോയ അരവിന്ദ് കെജ്രിവാളിനെ പറ്റി പരിശോധിക്കുക. അരവിന്ദ് കെജ്രിവാൾ എന്തൊരു നല്ല മനുഷ്യനായിരുന്നു. അയാളുടെ പുറമോടി എന്തുവായിരുന്നു, അയാൾ നടത്തിക്കൊണ്ടിരുന്ന കാര്യം എന്ന് പറഞ്ഞതുപോലെ ഈ കുടിയേറ്റക്കാർക്ക് വേണ്ടിയുള്ള കരച്ചിലെന്ന് പറയുമ്പോൾ ഈ കുടിയേറ്റക്കാരെ ഒരുക്കി നിർത്തിയിരിക്കുകയാണ് ഇന്ത്യക്കകത്ത്. ഈ കുടിയേറ്റക്കാരെ ഒരുക്കി നിർത്തിയിട്ട് ആവശ്യത്തിന് ഉപയോഗിക്കുന്നതിന് വേണ്ടി ഒരുക്കി നിർത്തിയിരിക്കുകയാണ്. അതിനുവേണ്ടി വളരെ കാലെ കൂട്ടി ഇവരെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. അപ്പൊ അത് വളരെ കൂടുതലായിട്ട് ഇതിന് സാധ്യതയുണ്ടെന്ന് കണ്ട് ഇതിനെ എല്ലാം വളരെ കൃത്യമായിട്ട് തടസ്സപ്പെടുത്തുന്നതുകൊണ്ടും അല്ലെങ്കിൽ ഈ താല്പര്യങ്ങൾ നടത്താൻ പറ്റാത്ത രീതിയിലേക്ക് ഗവൺമെന്റ് ഇടപെടുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ എന്നെ ഇവിടെ കലാപം ഉരുത്തിരിഞ്ഞേര്. ഇപ്പൊ തന്നെ കർഷക സമരത്തിന്റെ ഭാഗം അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന മറ്റ് ചില സമരങ്ങളൊക്കെ നടന്നല്ലേ, ഈ പറയുന്ന ഈ പൗരത്വ സമരത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് നടന്നതെന്തോ. അതെ, അപ്പൊ ഈ സമരങ്ങൾ വളരെ ചില സമയങ്ങളിലൊക്കെ വളരെ മൂർച്ചയേറിയപ്പോ വന്നപ്പോ ഞാനും പ്രധാനമൊക്കെ ചോദിച്ചു, ഈ ഗവൺമെന്റ് എന്തോ നോക്കിയിരിക്കോ? നമ്മുടെ കൊടി പറിച്ചുകൊണ്ട് പോയപ്പോ നമ്മൾ ചോദിച്ചില്ലേ, കർഷക സമരത്തിന് കൊടി പറിക്കുന്ന ഈ മോദി എന്തുവാ, മോദിക്ക് എന്തോ പട്ടാളമില്ലയോ? ഇന്ത്യൻ പതാക പറിച്ചപ്പം അപ്പം ആ ഇന്ത്യൻ പതാക പറിക്കണം, ഇന്ത്യൻ പതാക പറിക്കുന്നവനെ വെടിവെച്ചിടണം. അന്നേരം കൂടുതൽ കർഷകർ ഓടിയടിക്കുമ്പോൾ കൂടുതൽ കർഷകർ വെടിവെച്ച് തറയിൽ വീഴണം. കർഷകരാണ് നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്ത് എന്നുകൊണ്ട് കർഷകരെ വെടിവെച്ചു കൊന്ന നരേന്ദ്രമോദി സർക്കാരിനെതിരെ സമരം നടത്താൻ തയ്യാറായി നിൽക്കുന്ന ആൾക്കാരെ നിർത്തിയിട്ടാണ് ഈ പ്ലാൻ ചെയ്തത്, ട്രാക്ടർ സമരം ചെയ്തത്. അതുപോലെ പൗരത്വ നിയമത്തിനെതിരെ സമരം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ സമരം ഒരു കലാപമാക്കി മാറ്റുന്നതിന് വേണ്ടിയാ. രണ്ടുണ്ട് ഗുണം. ഒന്ന്, ജനാധിപത്യ സംവിധാനത്തിൽ കൂടി അധികാരത്തിൽ വരുന്ന ഗവൺമെന്റിനെ വെളിയിൽ ചാടിക്കാം. രണ്ടാമത് ഈ ഇതുപോലെ തന്നെ കുടിയേറ്റക്കാരെ അനധികൃതക്കാരെയും ഒക്കെ പുറത്താക്കുന്നതിന് വേണ്ടി കൊണ്ടുവരുന്ന നിയമം പാസ്സാക്കാതെ വിടാം. അപ്പൊ വളരെ കൃത്യമായിട്ടുള്ള മൂവ്മെന്റ് ആണ് ഇത്. ഇന്ത്യയിലല്ല, ലോകത്തുടനീളമുണ്ട്. ഇത് വളരെ കൃത്യമായിട്ട് ദീർഘവീക്ഷണത്തോടു കൂടി കണ്ട് ഉറക്കെ പറഞ്ഞു പോകുന്ന ഒരു നേതാവാണ് ട്രംപ്. അതേ രീതിയിൽ നമ്മളിപ്പോ അറേബ്യൻ രാജ്യങ്ങളെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അറേബ്യൻ രാജ്യങ്ങൾ അവന്റെ രാജ്യം സംരക്ഷിക്കണ്ടേ, അവന്റെ രാജ്യത്തിന്റെ ദേശീയത സംരക്ഷിക്കണ്ടേ, അവന്റെ രാജ്യ താല്പര്യം സംരക്ഷിക്കണ്ടേ? അവരുടെ വിഭവങ്ങൾ അവരുടെ രാജ്യത്തുള്ളവർ കിട്ടുന്നതിന് പകരം ഇതുപോലെ കുടിയേറി അവിടുത്തെ നിയമങ്ങളും അവരുടെ സംവിധാനങ്ങളും തകർക്കുന്നത് അവർ പുറത്താക്കിക്കട്ടെ. പക്ഷെ അവർ പുറത്താക്കുമ്പോൾ അതിനകത്ത് യാതൊരു അഭിപ്രായം ഇല്ലാതെ വരികയും ട്രംപ് പുറത്താക്കുമ്പോൾ, നരേന്ദ്രമോദി പുറത്താക്കുമ്പോൾ, നെതന്യാഹു പുറത്താക്കുമ്പോൾ അതിനകത്ത് പ്രത്യേക ഒരു സ്വരം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത്
വേറെ പ്രത്യേക താല്പര്യക്കാരുടെ സ്വരമാണ്. ആ സ്വരം ഒരുപക്ഷെ മനസ്സിലായിട്ടുണ്ട്. അതൊരു പക്ഷേ ട്രംപിന്റെ അടുത്ത് നടക്കത്തില്ല, ഇവിടുത്തെ ഇന്ത്യയിൽ ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയുടെ അടുത്ത് നടക്കത്തില്ല, നെതന്യാഹുവിന്റെ അടുത്ത് നടക്കത്തില്ല. ഇപ്പൊ മനസ്സിലാവുന്ന അനുസരിച്ച് ഈ കുടിയേറ്റം യൂറോപ്യൻ രാജ്യങ്ങളും മറ്റ് ഈ ലോക രാജ്യങ്ങളിലൊന്നും ഇനി പഴയതുപോലെ നടക്കുന്ന ഒരവസ്ഥയില്ല. ചില രാജ്യങ്ങൾ അത് ആ കുടിയേറ്റം അവരുടെ ദേശീയതയും അവരുടെ സംസ്കാരത്തെ ഒക്കെ ബാധിച്ച് ആ രാജ്യത്തെ വിഴുങ്ങുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട്. ഏതായാലും ഇന്ത്യയിൽ അത് ഇതുവരെ ഇല്ല. ഇനി അത് അനുവദിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. കാരണം അത്രയും കരുത്തുറ്റ ഒരു ഭരണാധികാരിയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ട്രംപ് ചെയ്യുന്നത് ട്രംപ് ചെയ്യട്ടെ, അദ്ദേഹത്തിന്റെ താല്പര്യം. നരേന്ദ്രമോദി ചെയ്യുന്നത് നരേന്ദ്രമോദി ചെയ്യട്ടെ, അത് അദ്ദേഹത്തിന്റെ താല്പര്യം. ഈ പറയുന്ന അറേബ്യൻ രാജ്യങ്ങൾ ചെയ്യുന്നതും അവരുടെ താല്പര്യം. പക്ഷെ ട്രംപ് ചെയ്യുമ്പോൾ കരയുന്നവരും അല്ലെങ്കിൽ ഉറക്കെ വിളിച്ചു പറയുന്നവരും ഈ അറേബ്യൻ രാജ്യങ്ങൾ, UAE പോലുള്ള രാജ്യങ്ങൾ ചെയ്യുന്നത് കൂടി പറയുന്നതിന് വേണ്ടി തയ്യാറാകണം. അല്ലെങ്കിൽ അതിനെ ഈ രീതിയിൽ വ്യാഖ്യാനിക്കാനേ നിവൃത്തിയുള്ളൂ. ശരി. എന്തായാലും ഈ ട്രംപ് ചെയ്യുമ്പോൾ കരയുന്നവരും അല്ലാത്ത അറേബ്യൻ രാജ്യങ്ങളെ പോലുള്ള മറ്റു രാജ്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെപ്പറ്റി മിണ്ടാതിരിക്കുകയും ചെയ്യുന്നവർ ഇരട്ടത്താപ്പിൻ്റെ അപ്പോസ്തലന്മാരാണെന്ന് പറയാതിരിക്കാൻ വയ്യ. എന്തായാലും അവരവരുടെ രാജ്യത്തിൻ്റെ കാര്യങ്ങൾ, അവരവരുടെ സിവിൽ നിയമങ്ങൾ, ക്രിമിനൽ നിയമങ്ങൾ, അതൊക്കെ ആ രാജ്യങ്ങൾ തന്നെ നടപ്പിലാക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് സാരിച്ചതിന് ഒരുപാട് നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.